ഹായ്. വാഴ സിനിമ കണ്ടു. അതിനെക്കുറിച്ച് റിവ്യൂ ആയിട്ടല്ല ഞാൻ പറയുന്നത്. എനിക്ക് റിവ്യൂ അറിയാനൊന്നും അറിയത്തില്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ഞാൻ ട്രൈ ചെയ്യാം. സിനിമ അടിപൊളി, ഒരു രക്ഷയില്ലായിരുന്നു. പെൺകുട്ടികളെ കാട്ടിയും ഒരു ആൺകുട്ടിക്ക് ഇത് ടച്ച് ചെയ്യും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരു പെൺകുട്ടി ആയിരുന്നിട്ടും ആ സിനിമ കണ്ട അവസാനമാകുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞായിരുന്നു. കണ്ണ് നിറയാത്ത ആരും കാണത്തില്ല എന്ന് തോന്നുന്നു. എന്തോ അതിന് കാരണമുണ്ട്. ആ ഒരു സ്റ്റോറിയിലാണെങ്കിലും അവരുടെ അഭിനയത്തിലാണെങ്കിലും നമ്മൾ അതിനോടങ്ങ് ഒരു എന്താ പറയുക, ഡിസോൾവ് ആകാം, മെൽറ്റ് ആകാം, അതിനോടങ്ങ് അലിഞ്ഞു പോകണൊരു ടൈപ്പ് സംഭവം. മൊത്തത്തിൽ പറഞ്ഞു തരാനൊന്നും ഇല്ലടേ, പോയി കണ്ടോ. എന്തായാലും വെറുതെ ആവത്തില്ല, കാണുന്നത് അടിപൊളിയായിരിക്കും. പിന്നെ അവരുടെ അഭിനയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞെങ്കിൽ അവർ അത്രത്തോളം അത് അഭിനയിച്ച് നമ്മളിലേക്ക് ഡിസോൾവ് ആക്കി തന്നു. അത് അവരുടെ കഴിവാണ്, നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അവരുടെ ഇമോഷൻസ് നമ്മുടെ ഇമോഷൻസ് ആവാൻ പറ്റിയത് അതിലുണ്ട്. അവരുടെ അഭിനയം എന്താണെന്നും നല്ല ഒരു ക്യൂട്ടെന്ന് പറയുമല്ലോ, ഒരു ഇമോഷണൽ. എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ, എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല റിവ്യൂ പറഞ്ഞൊന്നും. പക്ഷേ ഒരു ഇമോഷണലായിട്ടുള്ള, ഞാൻ നല്ല പ്രൗഡാണ് കേട്ടോ, നല്ല പ്രൗഡായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം ഞാനൊരു വർക്കലക്കാരിയാണ്. അപ്പോൾ വർക്കലയിൽ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ഡ്രീമായ ഫിലിമിലോട്ട് അവരെത്തി അഭിനയിച്ച് അവരുടെ സിനിമ വർക്കലയിലുള്ളൊരു തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കണ്ട് വർക്കലയിൽ തന്നെ ഇരുന്ന് എനിക്ക് എൻ്റെ റിവ്യൂ പറയാനായിട്ട് പറ്റിയത് വളരെ അഭിമാനം. ഹഷർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിരിച്ചും ഒക്കെയുള്ളൊരു ഫേസ് മാത്രമേ ഹഷറിൻ്റെയൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതിൽ നിന്ന് ഉപരി കഴിവെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കിട്ടിയ പ്ലാറ്റ്ഫോം അവർ നല്ല കിടിലമായിട്ട്, കിട്ടിയ പ്ലാറ്റ്ഫോം എന്ന് പറയാൻ പറ്റില്ല, അവർ വന്ന് കഷ്ടപ്പെട്ട് നേടിയെടുത്ത പ്ലാറ്റ്ഫോം അവർ നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്ത്. ഹഷറാണെങ്കിലും അലനാണെങ്കിലും അജിനാണെങ്കിലും ആ ടീമിലുള്ള എല്ലാവരും, അല്ലമീൻ്റെ ടീമുണ്ട്, അടിപൊളിയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും എന്തോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. അതിന് കൊടുത്ത കാസ്റ്റിങ്, എല്ലാ കാസ്റ്റിങ്ങും ആപ്റ്റായിട്ടുള്ള കാസ്റ്റിങ്. ആരും അത്ര പോരാ, ആ കാസ്റ്റ് പോരാ എന്ന് പറയാനൊന്നുമില്ല, എല്ലാവരെയും അറിഞ്ഞ് കാസ്റ്റ് ചെയ്ത പോലെ. എന്തായാലും ഓവറോൾ എനിക്ക് ഫിലിം നല്ല ഇഷ്ടപ്പെട്ട്. പോയി കാണാത്തവരുണ്ടെങ്കിൽ ഇനിയും പോയി കാണാം. അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഫോണിലായാലും ടി വിയിലായാലും കാണുന്നതിനെക്കാട്ടിയും തിയേറ്റർ എക്സ്പീരിയൻസ് അത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. ഇഷ്ടപ്പെട്ട്, വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. വേറെ ഒന്നും ആ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാത്തക്കൊരു നെഗറ്റീവ് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അത്രത്തോളം എനിക്കറിയത്തില്ല. എനിക്കൊരു സിനിമ കണ്ടാൽ കൊള്ളാം. കഥ, അഭിനയം, ഇതൊക്കെ എന്നിൽ എത്രത്തോളം വർക്കൗട്ട്, അതായത് അവരുടെ ഇമോഷൻ എനിക്ക് എൻ്റെ ഇമോഷനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ആ സിനിമ വർക്കൗട്ടായെന്ന് പറയുന്ന ഒരാളാണ്. അവർ മീൻസ് അവർ പറയാൻ ഉദ്ദേശിച്ച കഥ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക, അടിപൊളി കഥയാ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കിത് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ, നല്ല കാസ്റ്റിങ്, എല്ലാവരുടെ അഭിനയമാണെങ്കിലും നല്ല അഭിനയം, ഒരു രക്ഷയില്ല. എനിക്കറിയത്തില്ല, ഇതിനെക്കുറിച്ച് പറയാൻ അറിയത്തില്ല. പക്ഷേ ഇതിൽ മെയിനായിട്ട് ഞാൻ പറയേണ്ടത് ഒരു റിലേഷൻഷിപ്സിനെ കുറിച്ചാണ്. അതായത് ബ്രദർ സൺ, ഫ്രണ്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്സ്, പിന്നെ അതേപോലെ സിസ്റ്റർ ബ്രദർ ഇങ്ങനെയുള്ള കുറേ റിലേഷൻഷിപ്പ്, മദർ ആണെങ്കിൽ റിലേഷൻഷിപ്പ് വാല്യൂസ്, അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പറയുകയല്ല, നമുക്കത് മനസ്സിലാക്കി തരും. ഇനി എനിക്കിതൊരു പെങ്കൊച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, എനിക്കുമുണ്ട് ഒരു ബ്രദർ, ലൈക്ക് അതിലുള്ളൊരു ബ്രദറിനെ കണക്ക് എനിക്കുമുണ്ട് ബ്രദർ. ഞാനും ഒരു ബ്രദറിൻ്റെ ഒരു സിസ്റ്റർ തന്നെയാണ്, അതായത് ഒരാളുടെ ഒരു ബോയിയുടെ സഹോദരിയാണ്. അപ്പോൾ എനിക്ക് പ്രൗഡായിട്ട് പറയാം. അത് കാണുമ്പോഴത്തേക്ക് എനിക്ക് മീൻസ് ബോയ്സ് മെൻറ്റാലിറ്റിയിലൂടെ പോയിട്ടില്ലെങ്കിലും ഒരു സഹോദരി മെൻറ്റാലിറ്റിയിൽ ഇത് കാണുമ്പോൾ എൻ്റെ കണ്ണ് നന്നായിട്ട് നിറയും. അച്ഛനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ബ്രദറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, കാണുമ്പോൾ ബ്രദറിനെയാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. അപ്പോൾ ആകെ മൊത്തത്തിൽ ഒരു കിടില സിനിമ ആയിരുന്നു. എല്ലാവരുടെ ലൈഫിൽ, അതായത് എല്ലാ ആമ്പിള്ളേരുടെ ലൈഫിലും സംഭവിച്ചതാവാം, സംഭവിക്കാൻ പോണതാകാം, സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാവാം, അങ്ങനത്തെ ടൈപ്പ് ഒരു സാധനം. എക്കാലത്തും മീൻസ് പാസ്റ്റിലുള്ള ആൾക്കാർക്ക് റിലേറ്റ് ആവില്ല, അങ്ങനെയല്ല, എല്ലാ ആൾക്കാർക്കും നല്ല രീതിക്ക് റിലേറ്റ് ആവും. അതായത് ജെൻസി ഒരു ജനറേഷൻ സംഭവം ഇല്ല, എപ്പോഴായാലും ഇതാവും. പെൺകൊച്ചാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും അമ്മമാർക്കാണെങ്കിലും സ്വന്തം മക്കളെക്കുറിച്ച്, ആൺപിള്ളേരെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല ഇതാവും. സഹോദരിമാർക്കാണെങ്കിൽ ചേട്ടന്മാരെക്കുറിച്ച്, കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ല രീതിക്കൊരു ഒരു ഒരു വേറിട്ട കോൺസെപ്റ്റ്, വേറിട്ട സംഭവം. എന്തായാലും ഇത് എഴുതിയ ആൾ നല്ല രീതിക്ക് ഇത് പഠിച്ചിട്ടോ അല്ലെങ്കിൽ അനുഭവിച്ചോ ഒക്കെ എഴുതിയൊരു സംഭവമാണ്. ഓവറോൾ ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ,
കഥയായിട്ടൊന്നും പറയുന്നില്ല, ഇത്രയൊക്കെ പറയുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റ് വരും. കാണാൻ വെയിറ്റ് ചെയ്തിരിക്കരുത്, പോയി കാണാം. നല്ല സിനിമയാണ്, എല്ലാവർക്കും കാണാൻ പറ്റിയൊരു കിടിലൻ സിനിമയാണ്. ഞാൻ തിയേറ്ററിൽ ഉള്ളത് പറയാം. ഞാൻ തിയേറ്ററിൽ നിന്നപ്പോൾ എൻ്റെ സൈഡിൽ കൊച്ചു ആമ്പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ സിനിമ തുടങ്ങി കുറച്ചതിലോട്ട് അലിഞ്ഞ് തുടങ്ങിയപ്പോൾ ഇവരുടെ ആരുടെയും ബഹളമില്ല. ഇവരെല്ലാം ഇതിനോടിട്ട് അതിൻ്റെ ഡയലോഗ്സ് ആവാം, ഓരോ കാര്യങ്ങളും അവർ കൈയടിക്കുകയും കാര്യങ്ങളും സ്കൂൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ കൈയടിക്കുക. കൊച്ചു പിള്ളേരാ, ഒന്നും ആയിട്ടില്ല, പക്ഷെ കൈയടിക്കുക. ലാസ്റ്റ് വരെ ഇരുന്ന് കണ്ട് നല്ല രീതിക്കിരുന്നു. ആദ്യം വന്ന് നടക്കില്ല അവർ. അപ്പോൾ അത്രത്തോളം എല്ലാവരിലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. എല്ലാ ഒരു ഏജിലുള്ള അങ്ങനെ ഒരു പർട്ടിക്കുലർ ഏജിനാണ് അങ്ങനെ എല്ലാവർക്കും നല്ല രീതിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു സിനിമ. ഹാഷിറിനെ ആയാലും അലന്നെ ആണെങ്കിലും അവരെയൊക്കെ നമ്മുടെ സ്വന്തം ഫാമിലി ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടൊരു സിനിമ. നന്നായിട്ട് ഇഷ്ടപ്പെട്ട് എല്ലാവരും പോയി കാണാം. എനിക്ക് എന്തായാലും സിനിമ കണ്ട് കരഞ്ഞ് നല്ല രീതിക്ക് കരഞ്ഞ് വിഷമം വന്ന്, എന്താ പറയുക, നല്ല സിനിമയെന്ന് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. കാണാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണാം. ഒരുപാട് പേര് കണ്ടെന്ന് തോന്നുന്നു ഇപ്പം അത്യാവശ്യം. ഇനി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാം. നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. ഇത്രേ പറയാം.